ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 2.5-3 വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് നിങ്ങൾ നേരിട്ടത്? വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, സാമ്പത്തികമായ പ്രതിസന്ധി, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്തെ തകർച്ച, ഇങ്ങനെ ഒരു വലിയ കാർമേഘം പോലെ ദുരിതങ്ങളൊക്കെ നിങ്ങളെ വേട്ടയാടുകയായിരുന്നു. എന്നാൽ ചിങ്ങൻ രാശിക്കാരായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി ഇതാ ഒരു സുപ്രധാന വാർത്ത എന്ന് പറയാം. ഈ ഇരുണ്ട നാളുകളൊക്കെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതമൊക്കെ മാറിമറിയാൻ പോകുന്നു. 2026 മുതൽ 2030 വരെയുള്ള വരാനിരിക്കുന്ന 4 വർഷങ്ങൾ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാം. 30 വർഷങ്ങൾക്കൊക്കെ ശേഷം സംഭവിക്കുന്ന അതിശക്തമായ ഒരു ഗ്രഹമാറ്റം നിങ്ങളുടെ ഭാഗ്യത്തെയൊക്കെ എങ്ങനെ ഉണർത്താൻ പോകുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 4 വർഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 4 വർഷം ഇത്രയധികം സവിശേഷമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിൻ്റെ പ്രധാന കാരണം അഷ്ടമശനിയുടെ ഒരു അവസാനമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശനി നിങ്ങളുടെ 8-ാം ഭാവത്തിലായിരുന്നു. ജ്യോതിഷത്തിൽ അഷ്ടമശനി എന്നത് കടുത്ത മാനസിക വിഷമങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തരുന്ന ഒന്നാണ്. പല ചിങ്ങൻ രാശിക്കാർക്കും തങ്ങളുടെ കരിയറിലും കുടുംബത്തിലുമൊക്കെ വലിയ തകർച്ചകളൊക്കെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകാം. എന്നാൽ 2026 ഈ ദുരിതകാലം അവസാനിക്കുകയാണ്. ശനി നിങ്ങളുടെ 8-ാം ഭാവത്തിൽ നിന്നും മാറി 9-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 9-ാം ഭാവം എന്നാൽ ഭാഗ്യസ്ഥാനമാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത്. ഇത് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. ശനി ഭാഗ്യസ്ഥാനത്തെത്തുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ മാറ്റം നിങ്ങളുടെ വഴിയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നീങ്ങും എന്നതാണ്. ജോലിയില്ലാതെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് മികച്ച ശമ്പളത്തോടുകൂടി പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും ശമ്പള വർധനവുമൊക്കെ തേടി വരുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു വഴി തെളിയുന്നതാണ്. ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങളൊക്കെ നേരിട്ടവർക്ക് അത് തിരിച്ചു പിടിക്കാനും പുതിയ ഉയരങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും ഒക്കെ ഈ 4 വർഷത്തിനിടയിൽ സാധിക്കുന്നതുമാണ്. ഭാഗ്യദേവത നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ പോലും വിജയം കൈവരിക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ശനി മാത്രമല്ല, ഈ കാലയളവിൽ മറ്റൊരു പ്രധാന ഗ്രഹമായ രാഹു നിങ്ങളുടെ അനുകൂലമായ സ്ഥാനത്തേക്കാണ് വരുന്നത്. രാഹു നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക് രാശി മാറും. ജ്യോതിഷപ്രകാരം 6-ാം ഭാവത്തിലെ രാഹു അതീവ ശക്തനാണ്. രാഹു 6-ാം ഭാവത്തിലേക്ക് മാറുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കെതിരെ രഹസ്യമായും പരസ്യമായും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ശത്രുക്കളൊക്കെ തനിയെ ഒഴിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നതാണ്. കോടതിയിലൊക്കെ ദീർഘനാളായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന കേസുകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ വിധിയൊക്കെ സമ്പാദിക്കാനും കഴിയുന്നതാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനമൊക്കെ ലഭിക്കുന്ന സമയമാണ്. വലിയ കടങ്ങളൊക്കെ കാരണം ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഈ സമയത്ത് തുറക്കപ്പെടുന്നതാണ്. ഇനി വ്യാഴത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വ്യാഴഗ്രഹം വ്യത്യസ്ത രാശികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ 2026 മുതൽ 2030 വരെയുള്ള 4 വർഷ കാലയളവിൽ വ്യാഴം നിങ്ങളുടെ 12, 1, 2, 3 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തുടക്കത്തിൽ 12-ാം ഭാവത്തിലാണ്. ആത്മീയമായ കാര്യങ്ങൾക്കായിട്ട് ഈ സമയത്ത് പണമൊക്കെ ചിലവഴിക്കേണ്ടതായി വരും. അതുപോലെ ദീർഘദൂര യാത്രകൾക്കും സാധ്യതയുണ്ട്. അതിനുശേഷം 1-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വമൊക്കെ മെച്ചപ്പെടുകയും സമൂഹത്തിൽ ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ നിന്ന് വ്യാഴം നിങ്ങളെ രക്ഷിക്കുന്നതുമാണ്. ഈ 2-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഇതാണ് ഏറ്റവും മനോഹരമായ സമയമെന്ന് പറയുന്നത്. ധനവരവൊക്കെ ഇരട്ടിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും ഒക്കെ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. സംസാരിക്കുന്ന വാക്കുകൾക്കൊക്കെ വലിയ ഒരു മൂല്യമുണ്ടാകുന്ന സമയം കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചിങ്ങൻ രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ വലിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകളെ, അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങളെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ 4 വർഷത്തിൽ കുടുംബത്തിൽ സമാധാനമൊക്കെ കൈവരുന്ന ഒരു സമയമാണ്. വിവാഹമൊക്കെ നീണ്ടുപോയ ചെറുപ്പക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നടത്താനും ഒക്കെ ഈ 4 വർഷ കാലയളവിനുള്ളിൽ സാധിക്കുന്നതാണ്. അതുപോലെ സന്താനഭാഗ്യം, കുട്ടികളില്ലാതെയൊക്കെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യമൊക്കെ ഉണ്ടാകാൻ അനുകൂലമായ സമയം കൂടിയാണ്. അഷ്ടമി ശനിയൊക്കെ തന്ന മാനസിക സമ്മർദ്ദവും ശാരീരിക ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ടൊക്കെ മാറുന്നതുമാണ്. പുതിയൊരു
ഊർജ്ജത്തോടെ നിങ്ങൾക്ക് ജീവിക്കാനും സാധിക്കുന്നതാണ്. എങ്കിലും ഭക്ഷണ കാര്യത്തിലും വ്യായാമത്തിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എത്രയൊക്കെ അനുകൂലമായ സമയമാണെങ്കിലും ഗ്രഹങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടൊക്കെ ലഭിക്കുന്നതിനായി ചിങ്ങൻ രാശിക്കാരെ ചില ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ശനിയാഴ്ചകളിൽ ശനിദേവന് എള്ളുതിരിയൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും അഷ്ടമശനിയുടെ ദോഷങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ നിർധരരായ ആളുകളെയൊക്കെ സഹായിക്കുന്നത് വഴി ഗ്രഹദോഷങ്ങൾ അകലുകയും ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ചിങ്ങൻ രാശിക്കാരായ പ്രിയ സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന ഈ 4 വർഷങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നവ തന്നെയാണെന്ന് പറയാവുന്നതാണ്. തളർന്നിരിക്കാതെ പുതിയ പ്രതീക്ഷകളോടെയൊക്കെ മുന്നോട്ട് പോവുക. അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് പരമാവധിയൊക്കെ പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.